Hello, Ashraf. Hello. How are you? Yeah, I'm good. Good. Once upon a time നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഫോണിലൂടെ. നമ്മളോ? ആ അയ്യോ സോറി, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ഞാൻ സംസാരിച്ചായിട്ട് ഓർക്കുന്നില്ലല്ലോ. അല്ലല്ല, സംസാരിച്ചു. നമ്മൾ ഒത്തിരി സംസാരിച്ചു. ആണോ? പിന്നെ ഓർമ്മ കിട്ടുന്നല്ലേ? സാധ്യതയില്ല. ഇല്ല, ഞാൻ ഇന്നലെ അങ്ങനെ ആരോടും തന്നെ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചു നുണ പറയണ്ട. കാരണം ഈ ഫോണിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം മമ്മൂട്ടർ പോലെയാണ്. അതാ തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പൊ നേരിട്ട് സംസാരിക്കും മരപ്പെട്ടിയുടെ കൂട്ടായിരിക്കും. പുച്ഛിക്കരുത്. അല്ല ഇല്ല ചേട്ടാ, ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഉറപ്പിച്ചു പറയുന്നത് സംസാരിച്ചില്ല. ഉറപ്പാണ്, ഞാൻ സംസാരിച്ചിട്ടില്ല താങ്കളോട്. അങ്ങനെയാണല്ലേ? ആ ഇതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ ആണോ? വരൂ. കൊട്ടേഷനല്ല തൊഴിലാ. സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല നിങ്ങളോട് സംസാരിച്ചത്, അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ആ മനോരഞ്ജൻ. മണഗുണാച്ചനോ അങ്ങനെ ആരെങ്കിലും പേരിടൂ? മണഗുണാഞ്ജനല്ലോ. പിന്നെ മനോരഞ്ജൻ, അതായത് തെങ്ങ് കയറ്റക്കാരൻ മനോരഞ്ജൻ. ഓ, തെങ്ങ് കയറണ ചേട്ടൻ. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ സംസാരിച്ചാണ് വീട്ടിൽ തേങ്ങ ഇടണം. ചേട്ടൻ വെറുതെ പേടിപ്പിച്ചു. ഈ പേരും ആ ജോലിയായിട്ട് ഒരു മാച്ചിങ് ഇല്ലല്ലോ. അത് കറക്റ്റാ. ഈ മനോരഞ്ജൻ എന്നൊക്കെ ഉള്ള പേര് ഈ ഗാനമേളയിലെ മലയാളം പാടുന്ന ഗായകർക്കൊക്കെ ഇടാൻ പറ്റിയ പേരാണ്. ഇതൊരു പഞ്ചില്ല. അപ്പൊ അതാകുമ്പം അടുത്ത ഗാനം പാടുന്നു മനോരഞ്ജൻ, അതൊരു പഞ്ചുണ്ട്. ശരിയാ. അടുത്ത തെങ്ങേ കയറുന്നു മനോരഞ്ജൻ, അതിലെന്താണ് ഒരു പഞ്ച്? ഒരു പഞ്ച് ഉള്ള പഞ്ച് മതി. ഞാൻ സഹിച്ചോളാം. അപ്പൊ സംഭവമൊക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ ചേട്ടനെ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഇവിടെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് അവിടെയാണ് പറ്റിപ്പോയതല്ലേ. ഇതെന്താ ഇങ്ങനെ? ഞാൻ സെലിബ്രിറ്റികളുടെ വീട്ടിൽ മാത്രമേ തെങ്ങ് കയറാറുള്ളൂ. അതെ, അതാണ് എന്റെ ഈ കോസ്റ്റ്യൂം ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ ഇത്യാദി ആർട്ടിസ്റ്റുകളുടെ വീട്ടിലൊക്കെ തെങ്ങ് കയറുന്നതാണ്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് ആരുടെ വീട്ടിലെ തെങ്ങ് കയറാനാ? ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലിന്റെ വീട്ടിലെ തെങ്ങിന് കയറാൻ ഇഷ്ടം. അതങ്ങനെ അതാകുമ്പോ നമുക്ക് അല്പം ചെറിയ വരും, ഇങ്ങനെ കയറാൻ സൗകര്യം ഉണ്ടാവും. ഇങ്ങനെ കയറി നമുക്ക് രണ്ടെണ്ണം പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വരാം. ഈ വെറൈറ്റി തെങ്ങുകൾ ഏതെങ്കിലും ഉണ്ടോ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപിയുടെ വീട്ടിലെ തെങ്ങ്. അത് ഞാൻ ചോട്ടിൽ നിന്നിട്ട് ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കും. അപ്പൊ തന്നെ മ്യൂസിക് അപ്പൊ തെങ്ങ് നിന്നിട്ട് ഇങ്ങനെ 4 കുലുക്ക. തേങ്ങ കുടിത്തായത്തോളം ഞാൻ പറക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. ഏറ്റവും എളുപ്പമുള്ള തെങ്ങ? ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുപ്രാമഞ്ചന്റെ വീട്ടിലെ തെങ്ങാണ്. എന്താണത്? ഇതെങ്ങനെ പറിച്ചിട്ടായിരിക്കണേ? അതെന്താ അങ്ങനെ പറിച്ചിരുന്നേ? ചെറിയ തെങ്ങല്ലേ? ഓ, അങ്ങനെ കുഞ്ഞി തെങ്ങ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചേട്ടൻ ഇപ്പൊ ഇത്രയും കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്, സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ മാത്രമേ ഇരുന്നുള്ളൂ. മക്കളെയൊക്കെ കൂടെ ഈ ഫീൽഡിൽ ഇറക്കി കൂടെ തെങ്ങിൽ കയറാൻ? അവന്മാരെ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ മരത്തെ കയറാനായിട്ട്? അവൻ നേരം പിള്ളങ്ങരുടെ കാര്യമല്ലേ. അല്ല, എങ്ങനെയാ എന്റെ കൂലി എന്ന് പറഞ്ഞാൽ കയറുന്നതിന് ഒരെണ്ണം, ഇറങ്ങുന്നതിന് ഒരെണ്ണം, പിന്നെ എന്റെ പിച്ചത്തെപ്പിടിയിൽ ഒരെണ്ണം ഇപ്പം ഉണ്ടാവും. പിന്നെ ഒരെണ്ണം ഞാൻ എടുക്കും. പിന്നെ ഒരെണ്ണം അശ്വതി തരണം. അങ്ങനെയാണോ? അപ്പൊ അത്രയും കൂലി തരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം എന്നാലും നാളെ ചേട്ടൻ വന്ന് തേങ്ങ ഇട്ടോളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു JCB കൊണ്ടുവരേ. എന്തിനാ? അല്ല, ഇങ്ങനെ തറവാട് മുടിക്കാൻ വേണ്ടി അവിടെ തെങ്ങ് വേണ്ടല്ലോ. ചേട്ടൻ അത് മൂടോടെ പിഴുതോണ്ട് വെക്കും. അങ്ങനെ ഇപ്പൊ ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എന്റെ ചേട്ടാ, നമ്മളിങ്ങനെ ഈ കഴുത്തറപ്പം കൂലി ഒന്നും മേടിക്കരുത്. ഒന്നുമില്ല, തെങ്ങൊരു കൽപ്പവൃക്ഷമല്ലേ? ആര് പറഞ്ഞു? ഈ തെങ്ങ് നമ്മുടെ കേരളത്തിന്റെ കൽപ്പവൃക്ഷം. അത് ആർക്കും കൽപ്പവൃക്ഷം, കലിപ്പ് വൃക്ഷം. അങ്ങനെ പറയും. എന്താ ചേട്ടാ, തെങ്ങ് ചതിക്കില്ല ഒരിക്കലും? ചതിക്കില്ല, അത് ശരിയാ. എന്താ ഈ കലിപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ? ഈ നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിലെ കുറച്ച് പെമ്പിളേര് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ തെങ്ങിലൊന്ന് കയറി തരണം, തേങ്ങ ഇട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒട്ടും ടൈമില്ല, നോ ടൈം. പക്ഷെ അവർ പറഞ്ഞ സമയം കിട്ടുമ്പോൾ ചേട്ടൻ വന്നത് സമയം പോലെ. ഞാൻ എൻ്റെ ഒരു സമയം കണ്ടെത്തി. വെളുപ്പിന് 3 മണിക്ക് ഞാൻ മതിലയാടി കടന്ന് ഈ ശബ്ദം കേട്ടോടി ആ പെണ്ണുങ്ങളൊക്കെ ഓടി വന്ന് എന്നെ തെങ്ങ പിടിച്ച് കെട്ടിയിട്ട്. എങ്ങനെയുണ്ട്? എന്റെ സമയം നോക്കിച്ചതാ. എനിക്ക് അപ്പോഴാണ് ഫ്രീ ആവാൻ പറ്റിയത്. അല്ല, പക്ഷേ ഇങ്ങനെ നമ്മൾ അതുകൊണ്ട് മാത്രം തെങ്ങിനെ കുറ്റം പറയാൻ പറ്റില്ല. അതിപ്പോ ചേട്ടന്റെ കയ്യിലിരിപ്പുകൊണ്ടാണെന്ന് പറയാം. തെങ്ങൊരു സത്യമുള്ള വൃക്ഷമാണ്. തെങ്ങിന്റെ ഏത് ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. സത്യം, എല്ലാ ഭാഗങ്ങളും വെച്ചിട്ടാണ് എനിക്ക് പെരുമാറിയത് അവരെല്ലാവരും കൂടി. അതിന്റെ കവളമ്പഴത്തിന്റെ പുറത്തടിച്ച്, പിന്നെ തേങ്ങ എടുത്തിട്ട് നെറ്റിക്കിടിച്ച്, പിന്നെ ചൂട്ട് കത്തിച്ച് പുറത്ത് കുത്തി, പിന്നെ പച്ചീർക്കിലെടുത്തിട്ട്. അയ്യോ, അത് നന്നായി. അല്ല, ചെവിട്ടി കൂടി കടത്താൻ നോക്കി. മനസ്സിലായി.
ഞാൻ പറഞ്ഞു ഞാൻ തെങ്ങ് കയറാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കണക്കിന് വിശ്വസിപ്പിച്ച് ഞാൻ പോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും ഫിക്സ് ചെയ്തു. അപ്പൊ ചേട്ടൻ നാളെ വന്നിട്ട് എന്റെ വീട്ടിലെ തേങ്ങ ഇടും. നാളെ പറ്റില്ല, മറ്റന്നാള് വരാം. അത് നാളെ പറ്റില്ലാത്ത മറ്റന്നാൾ വന്ന് ഞാൻ കയറിയേക്കാന്ന്. പക്ഷെ നാളെ നിങ്ങളൊരു പണി ചെയ്യണം. ആ തെങ്ങ് നന്നായിട്ടൊന്ന് കഴുകി വാഷ് ചെയ്തിട്ട്. തെങ്ങ് കഴുകാൻ ഇതെന്താ വണ്ടിയാണോ കഴുകിയിടാൻ പറയാൻ? പിന്നെ തെങ്ങിനുള്ള പൂപ്പലൊക്കെ എന്റെ മെത്താവൂലേ, ഇൻഫെക്ഷൻ വരും, ഇൻഫെക്ഷൻ. പിന്നെ കഴുകിടണം, കഴുകിയിട്ടാലേ കയറുള്ളൂ. അല്ല, ഒരു കാര്യം ചെയ്താട്ടെ, നിങ്ങൾ വേണ്ട, നിങ്ങൾ അത്ര വലിയ ചാടയാണെങ്കിൽ നിങ്ങൾ വേണ്ട, നിങ്ങൾ വേറെ ആളെ നോക്കോളാം. നമ്മള് വേറെ ആളെ കിട്ടുമോ നോക്കട്ടെ. തെങ്ങിന്റെ ഒരു പൂപ്പല് പറ്റുന്ന ഇൻഫെക്ഷൻ ആവും. പിന്നെ കുറെ ഉണ്ടല്ലോ പുച്ഛിക്കുന്നവിടെ ഇരുന്ന് പുച്ഛം. എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? നിങ്ങൾ വലിയ അറിവുള്ള ആൾക്കാരല്ലേ. ഞാനൊരു ചോദ്യം ചോദിച്ച ഉത്തരം പറയോ? അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് തെങ്ങ് കയറിക്കാരാം. ചോദിക്ക്. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തെങ്ങ് കയറി. എല്ലാരും കേട്ടതാണ്. ഉത്തരം ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തെങ്ങ് കയറി. അതായത് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ മലയാളത്തിന്റെ ചെമ്മീനാന്ന് എല്ലാവർക്കും അറിയാലോ. ഞാനെന്റെ ക്വസ്റ്റ്യനിലേക്ക് കടന്നില്ല. ആ ചെമ്മീൻ എന്ന സിനിമയിൽ അഭിനയിച്ച നായകന്റെ മധു ആണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാലോ മിസ്റ്റർ. അറിയാം. ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ? അതല്ലേ ചോദ്യം. ഇല്ല, ചെമ്മീനിലെ നായികയായി ഷീലയാണെന്ന് എല്ലാവർക്കും അറിയാം മിസ്റ്റർ. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കട്ടെ? കടക്കട്ടെ. അതിന്റെ ആ ചിത്രത്തിന്റെ സംവിധായകൻ അതല്ല ചോദ്യം. ചെമ്മീൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ അതിന്റെ വാൾ പോസ്റ്റ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ച വ്യക്തിയുടെ പേരെന്ത്? ചോദ്യം ഒന്നുകൂടി കേൾക്കണോ? വേണ്ട, മനസ്സിലായില്ല. ആ വ്യക്തിയുടെ പേര്, വാൾ പോസ്റ്റ് ഒട്ടിച്ച വ്യക്തിയുടെ പേര്. അതങ്ങനെ വലിയ പ്രശസ്തരായ ഏതെങ്കിലും വ്യക്തികളാണോ? ആലോചിക്കൂ, നിങ്ങൾ വലിയ പുച്ഛത്തോടൊക്കെ എന്നെ പോകൂന്ന് പറയണ്ടായിരുന്നല്ലോ. പറയൂ. അല്ല, അത് നമ്മൾ അതിപ്പോ ഇങ്ങനെ പറയാനാ? അത് പണ്ട് ഇപ്പൊ എത്ര വർഷങ്ങളായി? എത്ര വർഷമാണെങ്കിലും ഇത് വേണം, ഇത് തലയിൽ എപ്പോഴും തന്നെ ഒട്ടി തിരിക്കണം. ചെമ്മീൻ ഇറങ്ങിയപ്പോ ആരെങ്കിലും ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നോ? പിന്നെ അതാണ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡ് ഇത് കാലങ്ങളായിട്ടുള്ളതല്ലേ ബസ് സ്റ്റാൻഡ്. അറിയില്ല. ചേട്ടൻ പറയൂ. വാൾ പോസ്റ്റ് ഒട്ടിച്ച വ്യക്തിയുടെ പേര് ശശി. ശശിയോ? ഏത് ശശി? അങ്ങനെ നിങ്ങൾക്കറിയാം? അതായത് എന്റെ പൊന്നു കോച്ചേ, അതായത് വാൾ പോസ്റ്റ് ഒട്ടിച്ചിട്ട് നോട്ടീസ് ഒട്ടിച്ചോട്ടെ ആരോ കേട്ടോ അവരുടെ പേരൊക്കെ ശശി എന്നായിരിക്കും. അതെ, അങ്ങനെയാണ്. അതാണ് പഴയ കാലഘട്ടം പോലുള്ള ഒരു തുടർച്ചാവകാശമാണ് അത്. ശശി നാട്ടുനടപ്പല്ലേ? നാട്ടുകടപ്പ. ഫ്രീ ആയിട്ട് അപ്പൊ ഫ്രീ ആയിട്ട് കയറാനൊന്നും സമ്മതിച്ചില്ല. അപ്പൊ തോറ്റുപോയി. അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറണ്ട. പിന്നെ ഒരു കോള്. അയ്യോ, പൊക്കോ മാറി നിന്ന് സംസാരിച്ചോ. വരുമ്പോ പനയിലും കയറണോ? പനയിൽ കയറിട്ട് കഴിക്കാം.